See, for this you want some boiled chicken. ഇതുപോലെ ക്യൂബ് കട്ട് ചെയ്യണം. ഓക്കെ. ബോൺലെസ് ആയിട്ടുള്ളത്. ബോൺലെസ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കൻ. ചെറിയ ചെറിയ ക്യൂബായിട്ട് ഇങ്ങനെ പീസായിട്ട് എടുക്കാം. Then some pineapple. Pineapple cubes. So ഇത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാം. ചാട്ട് മസാല. ചാറ്റ് മസാല ഒരു നല്ല ഏർപ്പാടാണ് അല്ലേ? ഇപ്പോൾ ചില വീട്ടിലൊക്കെ ചെറുതായിട്ട് നമുക്ക് ചാറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? ചാറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ? അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? ഇനി കിച്ചൺ ട്രഷേഴ്സിന്റെ മസാല ഉപയോഗിച്ച് ഉണ്ടാക്കണം കേട്ടോ. I'll catch you. Now you do it. Okay, I'll tell you, you do it. ഗൗരവിന് എന്തോരം ഗൗരവം ഈ കാര്യത്തിൽ നോക്കട്ടെ. ചില്ലി പൗഡർ. മതി. ഓ കറക്റ്റ് അളവിൽ എടുത്തില്ലോ ഗൗരവ്. ഓക്കെ. നൗ കുറച്ച് കെച്ചപ്പ് ഇട്ടോ. കെച്ചപ്പ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ച് കെച്ചപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കളർഫുൾ ആയിരിക്കും, നല്ല റെഡ് കളർ ആയിരിക്കും, പ്രത്യേക ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടാവും അല്ലേ? കെച്ചപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു 1-2 സ്പൂൺ ആഡ് ചെയ്യുക അല്ലേ? കുറച്ച് മിന്റ്, കൊറിയാണ്ടർ. Then chili ആവശ്യങ്ങൾ if it's required to use, otherwise not for kids not necessary. So let us not put green chili. ഞങ്ങൾ എല്ലാവരും കുട്ടികളായതുകൊണ്ട് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വലിയവർക്ക് മുതിർന്നവർക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. Little salt. കുറച്ച് ഉപ്പ്. Chopped tomato. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചോപ്ഡ് ടൊമാറ്റോ കൂടെ. കുറച്ച് ചോപ്ഡ് ടൊമാറ്റോ. ഇതുപോലെ ഒരു പൈനാപ്പിൾ, ഒരു ചിക്കൻ. Then one pineapple. ഇത് സെറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്കിനി എന്ത് ചെയ്യാം? ഓണമായിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും ചോദ്യം കൊണ്ടാ ചോദിക്കും. തെറ്റിപ്പോയാൽ ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞോ. 3 ആന നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. 2 ആന കുഴി വീണു. 1 ആന കുഴി വീണില്ല. എന്തുകൊണ്ട്? 2 ആനയ്ക്ക് വീഴാൻ പാകത്തിനുള്ള കുഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല. പിന്നെ 3ാമത്തെ ആനയ്ക്ക് മനസ്സിലായി അവിടെ ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു. എങ്ങനെ? 3ാമത്തെ ആനയ്ക്ക് മനസ്സിലായി അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു. മറ്റേ 2 ആന അത് ഓർത്തില്ല. കിച്ചൺ ഡ്രസ്സിന്റെ മസാലപ്പൊടി ഞാൻ കണ്ണീർ തേക്കൂട്ടാ. നിങ്ങൾ ആരെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ വീട്ടില്? ഞാൻ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാറുണ്ട്? ദോശ, ഉപ്മാവ്, എഗ് റൈസ്, ഞാൻ സാൻഡ്വിച്ച് ചെയ്യും. ഇതൊക്കെ സെറ്റിൽ പോകുമ്പോ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സാധനമല്ലേ? നിങ്ങൾ വീട്ടിലുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പിന്നെ ബ്രെഡ് റോസ്റ്റ് എല്ലാം റെഡിമെയ്ഡ്. ഇപ്പൊ മാവ് മേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും മതിയല്ലോ. അതുകൊണ്ടാക്കാനും വേണം കേട്ടോ ഒരു നല്ല കഴിവ്. നല്ല കാര്യം. ഇയാളോ? മാസ്റ്റർ ഷെഫിനെ കണ്ട് കാണും, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഷെഫിനെയൊക്കെ കണ്ടാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കണം. ഈ മോള് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ ചെറുതാണല്ലോ, അപ്പൊ നിങ്ങൾ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. വലുതായിട്ടൊന്നും ഉണ്ടാക്കണ്ട. എന്തുണ്ടാക്കും? പായസം. മൈ ഗോഡ്, ഞങ്ങൾ എല്ലാവരും കേട്ട് പഠിക്കട്ടെ. ഒരു പായസം ഉണ്ടാക്കട്ടെ. എന്നാ പിടിച്ചോ. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് കേട്ട് പഠിക്കട്ടെ. ഒരു പായസം ഉണ്ടാക്കിക്കോ. അങ്ങോട്ട് സേമിയ വറുത്ത് ഇടണം. അത് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. സേമിയ വറുത്തിട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു. അത് നന്നായി വെന്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഷുഗർ ഇടണം. ഷുഗർ ഇട്ടതിന് ശേഷം അത് വെന്ത് കഴിയുമ്പോൾ മിൽക്ക് ഇടണം. മിൽക്ക് നന്നായി തിളച്ച് വരുമ്പോൾ ആ പാൻ ഓഫ് ചെയ്ത് മറ്റൊരു പാനിൽ കിസ്മസും കാഷ്നട്ടും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പായസത്തിലോട്ട് ആഡ് ചെയ്യണം. കണ്ടോ, നല്ല കിടിലൊരു നല്ല സേമിയ പായസം ഉണ്ടാക്കി മുമ്പ് വെച്ചു. ഇനി അങ്ങ് എടുത്ത് കഴിച്ചാൽ മതി. ഈ ചെറിയ ശരീരത്തിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. നന്നായിരുന്നില്ലേ? നല്ല കൈയടി കൊടുത്തേ. കണ്ടോ, നന്നായിരുന്നു എന്ന്. ഇനി നമുക്ക് ബാക്കി ഇത് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ചിക്കൻ പൈനാപ്പിൾ ചാറ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഒരു പാൻ എടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വയ്ക്കാം. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടല്ലേ ഗൗരവ്? ഗൗരവ് എന്താ ഗൗരവമായിട്ട് നിൽക്കുന്നത്? എന്ത് പറ്റി? അങ്ങനെയില്ല. അങ്ങനെയൊന്നുമില്ല. ഈ സന്തോഷത്തിൽ നമുക്കൊരു പാട്ടായാലോ? ഓക്കെ.
ഇത് ഗ്രില്ലാവട്ടെ. ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് പാടാം. അത് കഴിയുമ്പോൾ ആ സന്തോഷത്തോടെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം അല്ലേ? കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേയ് തകതെയ്തോ കൊച്ചു പെണ്ണെ കൂയിലാണേ തിത്തിത്താരാ തെയ്തോ കൊട്ടു വേണം കുഴ വേണം കുഴവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതെയ്തോ ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതെയ്തോ വരവേൽക്കാൻ ആളു വേണം തിത്തേ തകതെയ്തോ കൊടിതകരങ്ങൾ വേണം തിത്തിത്താരാ തെയ്തോ വിജയശ്രീ ലാളിതരായി വരുന്നു ഞങ്ങൾ ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതെയ്തോ ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതെയ്തോ കറുത്ത ചിറകു വെച്ച തിത്തേ തകതെയ്തോ അരയന്ന കിളി പോലെ തിത്തിത്താരാ തെയ്തോ. മതി 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 മതി. ഇല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിച്ചെടുക്കേണ്ടി വരും നമുക്ക്. ഏകദേശം ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല പാട്ടായിരുന്നു. എന്നാണെങ്കിലും ഓണത്തിന് ഒരു വള്ളപ്പാട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കുറവും ഇപ്പൊ തീർന്നു. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ പൈനാപ്പിൾ ചാറ്റ് വളരെ രസകരമായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് വരുന്നത്. സിംഗു ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സിംഗുവിനും ഇതിനും ഒരേ കളറില്ലേ ഇല്ലേ? കറക്റ്റ് ആയിട്ട് സിംഗുവിനും ഇതിനും ഒരേ കളറ്. ഞങ്ങൾ നല്ല കളർഫുൾ ആയിട്ട് കഴിക്കാൻ പോവാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. വീണ്ടും ചോദിക്ക്. ഒറ്റ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. മതി. ഒരു ബസ് വന്നിരുന്നു. ഒരു ചേട്ടൻ എന്നി പറഞ്ഞു 44 ബനാന പറഞ്ഞു. ഒരു ബസ് വന്ന് നിന്നു. ആ ബസ്സിൽ നിന്ന് ഒരു ചേട്ടൻ വന്ന് ഇറങ്ങി 44 ബനാന എന്ന് പറഞ്ഞു ഒരു ചായക്കടയില്. അപ്പോ ആ വണ്ടിയിൽ എത്ര പേരുണ്ടാവും? ആ വണ്ടിയിൽ 43 പേരുണ്ടാവും. അല്ല, 44 ബനാനാസ്. 44 ബനാനാസ്. 44 ബനാനാസ്. 4 പേരുണ്ടാവും. എന്നുവെച്ചാ 44 ബനാനാസ്. മനസ്സിലായി. എനിക്ക് അത്ര ബുദ്ധിയില്ല കേട്ടോ. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. തോറ്റതുകൊണ്ട് അത് കഴിച്ചോ നിങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാം. ഈ ഉത്തരം പറയാതിരുന്നോണ്ട് എനിക്ക് തരാതിരിക്കോ? അങ്ങനെയില്ലല്ലോ. വെരി ഗുഡ്. അതാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരേ ഫീൽഡിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് ഇത് പോയി കഴിക്കാം അല്ലേ? അപ്പൊ എന്താണെങ്കിലും നിങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്തോളൂ. അടുത്ത ഡിഷിനായി വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾ ഇത് പോയി വേഗം അറ്റാക്ക് ചെയ്യട്ടെ. കിച്ചൺ ട്രഷേഴ്സ് അവതരിപ്പിക്കുന്ന കൊച്ചു ടിവിയുടെ കുഞ്ഞോണ സദ്യയും കൊച്ചു നക്ഷത്രങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങൾ വീണ്ടും ഒരു തകർപ്പൻ ഡിഷുമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വലിയവർക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയവർക്ക് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഡിഷാണ് അല്ലേ? ഇതിന്റെ പേരെന്താണ്? ചിക്കൻ സ്പിനാച്ച് ചപ്പാത്തി റോൾ. ചിക്കൻ സ്പിനാച്ച് ചപ്പാത്തി റോൾ. പേരൊക്കെ കേട്ടിട്ട് നല്ല ഇടിവെട്ട് പേരാണ്. അപ്പോൾ ഡിഷിനെ കുറിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. Okay, so let's go. Yes. Okay. പാൻ വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കാൻ പോകും. First we add some garlic. എന്തോ പിള്ളേരെല്ലാം കരുതി കുട്ടി ഗ്യാങ് ആയിട്ടാണല്ലോ. ചോദിക്ക്. 100 പോത്ത്. 100 പോത്തുകള്. എന്നെ കണ്ടിട്ടാണോ പോത്തായിട്ട് തോന്നിയത്? അതിനകത്തോളം ഇല്ല. ശരി, 100 പോത്ത്. 100 പോത്തുകള് ഒരു പാലത്തിൽ കൂടെ നടന്നു പോവായിരുന്നു. അതിലൊരു പോത്ത് പ്രസവിച്ചു. അപ്പൊ എത്ര പോത്തുകൾ ഉണ്ടാവും? ഒരു പോത്ത് എത്ര കുട്ടീനെ പ്രസവിച്ചു? ഒരു കുട്ടീനെ. അപ്പൊ 101 പോത്തുകൾ ഉണ്ടാവും. 102 പോത്തുകള് എന്താ പ്രസവിക്കോ? തല്ലി കൊല്ലണം. എനിക്കുള്ള തല്ലി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. മതിയോ? ഇതുപോലെ ബുദ്ധി ഉപയോഗിക്കണം. നിങ്ങളൊക്കെ ബുദ്ധി വെക്കാനായിട്ട് എന്താ ഈ കഴിക്കുന്നത്? മോൻ ഇത്ര ബുദ്ധി വെച്ചാൽ എന്ത് കഴിച്ചിട്ടാ? അല്ല, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാ. കൊറേ വെജിറ്റബിൾസ് കഴിക്കണം. പിന്നെ അത്രയും മതി അല്ലേ? ശരി മോളെ, ബുദ്ധി വയ്ക്കാൻ എന്താ കഴിക്കണ്ടേ? വെജിറ്റബിൾസ് കഴിക്കണം. നോൺ വെജ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം അല്ലേ? അപ്പൊ എന്താണെങ്കിലും നമ്മളിപ്പോ ഒരു നോൺ വെജ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി അത് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാ. ഉള്ള ബുദ്ധി നമ്മൾ വെറുതെ വെള്ളത്തിൽ കളയരുതല്ലോ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഗാർലിക് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് ജിഞ്ചർ ഇട്ടു. ഇത് കഴിച്ചാൽ ബുദ്ധി വെക്കുവോ ഷെഫേ? ബുദ്ധി വെക്കുവോ? ഷെഫിനെല്ലാം മനസ്സിലായോണ്ട് വെക്കും. നമുക്ക് നോക്കാം. കുറച്ച് ഒനിയൻ ഇട്ടു. നീളത്തിൽ അരിഞ്ഞതാ, ചെറുതായിട്ട് അരിഞ്ഞതല്ല. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില്?
എപ്പോഴും അമ്മേനെ അമ്മയാണോ ചെയ്യുന്നേ? അതെന്താ മോളൊന്നും ചെയ്യാത്തെ? അമ്മേനെ പഠിച്ചു ആ ഇച്ചിരി വലുത് അമ്മ പഠിപ്പിച്ചു തരും കേട്ടോ. കഴിഞ്ഞിട്ട് കുറച്ച് ടൊമാറ്റോ. കുറച്ച് ടൊമാറ്റോ. ഇതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് വ്യത്യസ്തമായിട്ട് സവാളയും തക്കാളിയും എല്ലാം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. സൂചിച്ചേ എന്തോ സൂചിക്ക് ഏതെങ്കിലും ഡിഷ് ഇഷ്ടമാണോ? ഏതാ എന്തെങ്കിലും ഒരു പ്രത്യേക ഡിഷ് അല്ലേ? ഡിഷ് ഇഷ്ടമാണോ? ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കുക്ക് ചെയ്തോന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. തിരിച്ച് കഴിക്കാതെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്നു? ഇഷ്ടപ്പെട്ടത് കഞ്ഞിയും പയറും. അപ്പൊ അതുണ്ടാക്കാറിയോ? എനിക്കറിയാം. എനിക്കറിയായിരുന്നു ഈ ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് ആയിട്ട് കഞ്ഞിയും പയറെന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായിട്ടാ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അതാണോ ഇഷ്ടം? അതാണ് ഇഷ്ടം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്കോ? എന്താ ഏറ്റവും കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ദോശയിൽ കുറെ വെറൈറ്റി ദോശ വെറൈറ്റീസ് ഇതൊക്കെ അറിയാമോ? ശരിക്കും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഈ ചേട്ടൻ ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടില്, ശരിയാണോ? എനിക്കറിയില്ല, ഞാൻ ആ ചേട്ടന്റെ വീട്ടിലല്ലല്ലോ. സോറി കേട്ടോ, അറിയാതെ ചോദിച്ചു പോയതാ. ശരിക്കും പറ, ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എന്തൊക്കെ ദോശ? ആ ദോശയൊക്കെ ഉണ്ടോന്ന് ഷെഫ് പറയും. എന്തൊക്കെ ദോശ ഉണ്ടാക്കാൻ അറിയാം? അങ്ങനെയല്ല, ഞാൻ ഒരു ദോശ ഫസ്റ്റ് ഉണ്ടാക്കി. അമ്മയാണ് പഠിപ്പിച്ചെന്ന്. ദോശ ഉണ്ടാക്കിയിട്ട് വിചാരിച്ചു, അമ്മ വിചാരിച്ചു എന്താ പല വെറൈറ്റി ദോശ ഉണ്ടാക്കിയാലോ. അപ്പൊ അത് ഞാനും പഠിച്ചു. ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ട് അല്ലെ? നമ്മൾ പിന്നെ എന്തും പരീക്ഷ നോക്കണം. നമ്മൾ അവിടെ നിന്ന് കണ്ടു പഠിച്ചതൊന്നും അല്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പരീക്ഷ നോക്കുന്നത് നല്ലതാ. Okay, little coriander powder. കൊറിയാണ്ടർ പൗഡർ. Little of chaat masala, not much. Little chaat masala. Chili powder. Kashmiri chili powder ആണ്. Very reddish in color. ഓക്കെ, അത് കുറച്ച് എരിവ് കുറവായിരിക്കും, എന്നാൽ ഭയങ്കര നന്നായിട്ട് കളർ ഉണ്ടാവും. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. Coriander powder. ഈ പൗഡർ എല്ലാം, ഈ മസാല എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിച്ചൺ ട്രഷറിന്റെ മസാല മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. അതാണ് 100% പ്യുവർ ആയിട്ടുള്ള മസാല. Turmeric powder. ടർമറിക് പൗഡർ. Boneless chicken. ബോൺലെസ് ചിക്കൻ ആണ്, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നീളത്തിൽ അല്ലേ? നമ്മൾ ടൊമാറ്റോ, ഓണിയൻ എല്ലാം സ്ലൈസ് ചെയ്ത് വെച്ച പോലെ തന്നെ നല്ല നീളത്തിലാണ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ബോൺലെസ്. അങ്ങനത്തെ ചിക്കനൊക്കെ ഉണ്ടാക്കാറിയോ? ചിക്കൻ, നാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇതുപോലെ ഷെഫ് ഉണ്ടാക്കുന്ന പോലെ ഒന്നും എനിക്കറിയില്ല. അതല്ലേ ഞാൻ കണ്ടു പഠിക്കാന്ന് വിചാരിച്ചും കൂടെ വന്നത്. പക്ഷെ ഉണ്ടാക്കുമോന്ന് എനിക്കൊരു സംശയം. ഇതൊക്കെ പഠിച്ച് ഞാൻ നുണ പറയത്തില്ലാത്ത ആളാ, സത്യം മാത്രമേ പറയത്തുള്ളൂ. ഇതുണ്ടാക്കോ? അറിയില്ല, അത് കണ്ടുപഠിക്കാനോ? അല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കോ? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഒന്നും ഉണ്ടാക്കും ഇല്ലേ? ഉണ്ടാക്കും. അതിനല്ലേ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ റമദ റിസോർട്ടിൻ്റെ ഈ കായൽ പരപ്പിൻ്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നല്ല കാറ്റ് അല്ലെങ്കിൽ നല്ലൊരു തെന്നൽ ഞങ്ങളെ തഴുകി പോകുന്നു എന്ന് പറയാം. അതേപോലെ നല്ല സുന്ദരമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാറ്റ് തീയും അങ്ങനെ ചേരില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ഈ ഇളം കാറ്റ് കണ്ടുകൊണ്ട് ഈ റമദ റിസോർട്ടിൽ നിന്ന് ഒന്ന് ഒരു ഡിഷൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു രസമായിട്ടാണ് തോന്നുന്നത് ഇല്ലേ? നല്ല കാറ്റൊക്കെ ഉണ്ടല്ലേ? സാധാരണ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂടൊക്കെ അനുഭവപ്പെടും. ഇവിടെ അങ്ങനെയില്ല. നല്ല തണുത്ത കാറ്റ്, നല്ല കായലോരം, നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ഞങ്ങൾ നല്ല രസകരമായിട്ട് നിന്നാ അങ്ങ് ആസ്വദിച്ചാണ് കുക്ക് ചെയ്യുന്നത്. Okay, now we add some capsicum. ക്യാപ്സിക്കം And some spinach. സ്പിനാച്ച്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് കുട്ടികൾക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യം വരുമ്പോഴത്തേക്ക് എന്ത് വീട്ടിൽ കുക്ക് ചെയ്യണമെന്ന് അറിയില്ലാത്ത കുറച്ച് പേരുണ്ടാവുമല്ലോ, വീട്ടിൽ നിന്ന് അധികം കുക്കിംഗ് ഒന്നും പഠിക്കാതെ വരാതെ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പരീക്ഷിച്ച് നോക്കിയാൽ അമ്മായിയമ്മ പറയും, ഓ എൻ്റെ മരുമോൾക്ക് എന്തൊരു നല്ല കൈപുണ്യമാണെന്ന് പറയും. ഭർത്താവ് പറയും, എൻ്റെ ഭാര്യ കൊള്ളാലോ, സാധാരണ അല്ലാത്ത
അധികം പേര് ആരും അറിയാത്ത അല്ലെങ്കിൽ അധികം പേർക്ക് അറിയാത്ത ഡിഷ് എൻ്റെ ഭാര്യ ഉണ്ടാക്കി തന്നല്ലോ എന്ന് പറഞ്ഞ് നല്ല കയ്യടിയൊക്കെ വാങ്ങാൻ പറ്റുന്ന അമ്മായിയമ്മേനെയും ഭർത്താവിനെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഡിഷസ് ആണ് ഇവിടെ നമ്മുടെ ഷെഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറയാണ്, ന്യൂലി മാരീഡ് കപ്പിൾസ് ശ്രദ്ധിക്കൂ. Okay, now finally we finish with coriander, chopped coriander. Stuffing ready ആയി. സ്റ്റഫ് ചെയ്യാനുള്ള സംഭവം എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് അല്ലേ. നല്ല മസാലയും കിച്ചൺ ഡിഷേഴ്സിൻ്റെ മസാലയുടെ നല്ല വാസന വരുന്നുണ്ട്. ചപ്പാത്തി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചൂടാറിയൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതാണെങ്കിലും ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളം ചൂടിൽ നമുക്കതൊന്ന് എടുക്കാം. കുറച്ച് എഗ് കോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പൺ ആവും. അത് തുറന്നു പോവാതിരിക്കാനായിട്ട് കുറച്ച് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സൈഡിൽ ഇതാക്കി കൊടുത്ത് അമർത്തിയാൽ ഒന്ന് പ്രസ്സായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം റെഡി ആയി അല്ലേ? എല്ലാം റെഡിയായി. സോ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് റോൾ ചെയ്ത് ഫിനിഷ് ചെയ്യണം. ആ ചിക്കൻ സ്പിനാച്ച് ചപ്പാത്തി റോൾ ഞങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പന്ത് കളിക്കാനൊന്നും പോവാതെ ഇത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും ചെറിയൊരു ബ്രേക്ക് എടുത്തോളൂ. ഞങ്ങളിത് കഴിച്ചൊക്കെ വയറൊക്കെ നിറച്ചിട്ട് വരാം കേട്ടോ. ശരി, ഓക്കെ, വാ. കിച്ചൺ ട്രഷേഴ്സ് അവതരിപ്പിക്കുന്ന കൊച്ചു ടിവിയുടെ കുഞ്ഞോണ സദ്യയും കൊച്ചു നക്ഷത്രങ്ങളും എന്ന ഈ പ്രോഗ്രാമിൽ അടുത്ത ഡിഷിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഒരു വെറൈറ്റി ഡിഷസ് ആണ് നമ്മുടെ ഷെഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ടേസ്റ്റ് ചെയ്യാനും നോക്കി കാണാനും കണ്ട് വെള്ളം ഇറക്കാനും നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ആന്റണിയും ഇവക്കുട്ടിയാണ്. ഇവ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉമ്മു എന്ന് വിളിച്ചാൽ മതിയെന്ന്. ഉമ്മുക്കുട്ടി പോരെ? സന്തോഷമായല്ലോ. അപ്പോൾ ഈ സന്തോഷത്തോടെ നമുക്ക് തുടങ്ങിയാലോ? ഷെഫ് വാട്ട ഉണ്ടാക്കൽ. അയ്യോ, വാട്ടയായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, നന്നായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. ഷെഫ് കുറച്ച് നല്ല ലാംഗ്വേജ് ഉള്ള ആളായതുകൊണ്ട് മോനും ആന്റണിയും ഒന്ന് അതിന് ശ്രമിച്ചാണ് ഷെഫ് വാട്ട ഉണ്ടാക്കൽ. വാട്ടയല്ലാത്ത എന്തെങ്കിലും നല്ലതായിട്ട് ഉണ്ടാക്കിക്കോളൂ ഷെഫ്. എന്ത്? ഓക്കെ, ഇപ്പൊ മസാല കോൺ സ്റ്റഫ്ഡ് ടൊമാറ്റോ ചെയ്യാം. വെജിറ്റേറിയൻ ഡിഷാണ്. മസാല കോൺ സ്റ്റഫ്ഡ് ടൊമാറ്റോ. ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് കോണും മസാലയും ടൊമാറ്റോയും ഉണ്ടല്ലേ? കിച്ചൺ ട്രഷർ മസാല യൂസ് ചെയ്ത് കോൺ സ്റ്റഫ് ചെയ്ത് ടൊമാറ്റോ. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായി എന്തൊക്കെ വേണം എന്നുള്ളത്. ഇനി എങ്ങനെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. അതെ, കടുകില്ലാതെ ഇല്ലെങ്കിൽ ഒന്ന് കണ്ടി തരില്ല. ഞാനാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോ നിൽക്കുന്നത്. എന്തായിട്ടത്? ഗാർലിക്. ഗാർലിക്ക് എല്ലാത്തിനും കുറച്ച് ആഡ് ചെയ്യുന്നത് നല്ല ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കൂടാതെ നമുക്ക് ഡൈജഷൻ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കെല്ലാം നല്ലതുമാണ്. കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. വീട്ടിലാർക്കെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടോ? ആണോ? ഞാൻ നോക്കാറില്ല. നോക്കിയാൽ കാണുന്ന സാധനമല്ല ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ തെറ്റിദ്ധരിച്ചു. ജിഞ്ചർ